ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മൂന്നാറിൽ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ തന്നെ റിസോർട്ടിന് ഗുഡ് ബൈ പറഞ്ഞായിരുന്നു. റിസോർട്ടിൽ രാവിലെ ബൊഫേ ഒക്കെയാണ് ഫുഡ് വരിക. ഞങ്ങൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കുകയായിരുന്നു. ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. രാവിലെ തന്നെ മൂന്നാർ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. ആദ്യം ഗ്യാപ്പ് റോഡ് ഒന്ന് കണ്ടിട്ട് ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഗ്യാപ്പ് റോഡ് റൂട്ടിലോട്ട് വിട്ടാലോ? പോകുന്ന വഴിക്ക് ആദ്യം നല്ലൊരു വിഷ്വൽ കണ്ട് ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മൂന്നാർ വന്നിട്ടുള്ളവർക്കറിയാം, തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. ഞാൻ മൂന്നാറിൽ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ വൈഫും മോളും ആദ്യമായിട്ടാണ് മൂന്നാറിൽ വരുന്നത്. ഇന്ന് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്യുന്നത് അടിമാലി ഭാഗത്താണ്. അവിടെ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഹോട്ടലിൽ. തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. നോർമൽ ഫോട്ടോസിന് 30 രൂപയും ട്രഡീഷണൽ ഫോട്ടോയ്ക്ക് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തായിരുന്നു. പുള്ളി ഒരു 10-30 ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷേ എല്ലാ ഫോട്ടോയും ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. കാര്യം അത്രയും ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 10 ഫോട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തു. 8 നോർമൽ ഫോട്ടോയും 2 ട്രഡീഷണൽ ഫോട്ടോയാണ് ഞങ്ങൾ എടുത്തത്. മൊത്തത്തിൽ 340 രൂപയായി. ഫോട്ടോസൊക്കെ സൂപ്പറല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡ് റൂട്ടിലേക്ക് കയറി കഴിഞ്ഞു. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മനോഹരമായ റൂട്ടാണിത്. മൂന്നാർ ടൗൺ മുതൽ ആനയിറങ്ങൽ ഡാം വരെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. മൂന്നാർ ടൗൺ മുതൽ ആനയിറങ്ങൽ ഡാം വരെ 26 കിലോമീറ്ററാണ്. KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ നിങ്ങൾക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ഡബിൾ ഡെക്കർ ബസ് ഈ പോകുന്ന വഴിക്ക് എല്ലാ വ്യൂ പോയിന്റിലും നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സമയമെല്ലാം തന്നാണ് യാത്ര പോകുന്നത്. 3 മണിക്കൂറാണ് യാത്രാ സമയം. താഴത്തെ ഫ്ലോറിലിരിക്കുന്നതിന് 200 രൂപയും മുകളിലത്തെ ഫ്ലോറിലിരിക്കുന്നതിന് ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മൂന്നാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ. തണുപ്പൊന്നും പ്രതീക്ഷിച്ച് ആരും ഈ സമയത്ത് അങ്ങോട്ട് വരണ്ട. കാര്യം മഴയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ പോയത് മെയ് 9, 10, 11 തീയതികളിലായിരുന്നു. ഇതിൽ 9 വെള്ളിയാഴ്ച ആയതുകൊണ്ട് അധികം റഷ് ഇല്ലായിരുന്നു. പക്ഷേ 10 എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേയും 11 സൺഡേ ആയിരുന്നു. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ സൺഡേ അത്യാവശ്യം നല്ല തിരക്ക് സിറ്റിക്കുള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്യാപ്പ് റോഡിൽ നിങ്ങൾക്ക് അധികം തിരക്ക് ഫീൽ ചെയ്യില്ല. കാര്യം ഇന്നത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡനിലും ആ റൂട്ടിലൊക്കെ നല്ല ക്രൗഡഡ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നേരെ ഗ്യാപ്പ് റോഡ് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് പോകണമെന്നുണ്ട്. കാര്യം അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ 7 മണി കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ബൈക്കിലേക്ക് ഒരുപാട് റൈഡേഴ്സ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. കാര്യം നല്ല ഭംഗിയാണ് കാണാനും വീഡിയോ എടുക്കാനും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. മൂന്നാർ ടൗണിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പോ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു ഷോപ്പുകളെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ തിരിക്കുന്നവർ കഴിവതും മൂന്നാർ ടൗണിൽ നിന്നോ മറ്റോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിക്കുന്നതാവും നല്ലത്. നൂഡിൽസ്, ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ കുഞ്ഞു കടകളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാട് വളവും തിരിവുമൊക്കെ ഉള്ള റൂട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം യാത്ര ചെയ്യുക. ഈ റൂട്ടെന്ന് പറയുന്നത് നേരെ പോയി കഴിഞ്ഞാൽ പൂപ്പാറ അതുവഴി നേരെ നമുക്ക് തേക്കടിയൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. നമ്മളിപ്പോൾ ദേവികുളം എന്ന് പറയുന്ന ഭാഗത്തെത്തി കഴിഞ്ഞു. മൂന്നാർ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു മലമ്പ്രദേശമാണ് ഈ ദേവികുളം. ഈ റൂട്ട് പോകുമ്പോൾ നമുക്കൊരു ടോൾ ഗേറ്റ് കഴിഞ്ഞ് വേണം പോകാൻ. അപ്പോൾ ടോൾ പ്ലാസ എത്താറായി. അതിൻ്റെ സൈൻ ബോർഡ് ഇവിടെ വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാറിന് 1 സൈഡ് 40 രൂപയും റിട്ടേൺ 15 രൂപയാണ്.
ഈ റൂട്ടിലൊരു ടീ ഫാക്ടറി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പറ്റുമെങ്കിൽ അവിടെ കയറി ഒന്ന് കാണണമായിരുന്നു. ശരിക്ക് തിരക്ക് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൗണിലും പിന്നെ നമ്മുടെ വട്ടവട പോകുന്ന റൂട്ടൊക്കെയാണ്. ഈ റൂട്ടിൽ അധികം തിരക്കില്ല. നിങ്ങൾക്ക് കാണാം, ടോൾ ഗേറ്റിൽ പോലും അധികം വണ്ടികളില്ല. മൂന്നാറിലെ സൈറ്റ് സീയിങ് പ്രധാനമായും 3 റൂട്ടിലാണ് വരുന്നത്. മൂന്നാർ ടൗണിൽ നിന്ന് മറയൂർ പോകുന്ന ഒരു റൂട്ട്, ടോപ്പ് സ്റ്റേഷൻ പോകുന്ന ഒരു റൂട്ട്, പിന്നെ ഗ്യാപ്പ് റോഡ്. ഇതിൽ ഗ്യാപ്പ് റോഡ് റൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം യാത്ര. കാര്യം ഒരുപാട് സമയം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഹോട്ടലുകളൊന്നും ഈ ഭാഗത്ത് കാണത്തില്ല. ചെറിയ ചെറിയ തട്ടുകടകളെ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് മാഗിയോ അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ്, പിന്നെ പൈനാപ്പിൾ, അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡുകളെ കിട്ടത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു കടയിൽ പൈനാപ്പിൾ കാണുന്നു. നമുക്ക് പൈനാപ്പിൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടെയും തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുന്ന ആളുണ്ട് കേട്ടോ. നമ്മുടെ കാറിൻ്റെ പുറകിലായിട്ട് ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു പൈനാപ്പിളിന് 60 രൂപയാണ്. ഇവിടെ ചെറിയ കടകളൊക്കെ ഒത്തിരിയുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരുപാട് വണ്ടികൾ നിർത്തി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ പൂർണ്ണമായും മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. മൂന്നാർ ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 days എങ്കിലും വേണം. നമ്മൾ തന്നെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് റോഡിലോട്ട് കയറിയതാണ്. ഇപ്പോൾ അത് ഉച്ചയാവുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇന്നിനി വേറൊരു സ്ഥലം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വൈകിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൊട്ടാനിക്കൽ ഗാർഡൻ കൂടെ സന്ദർശിച്ചിട്ട് നാളെ ബാക്കി എക്സ്പ്ലോർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ഓഡിയോ ചെയ്യുന്നത് നമ്മുടെ യാത്ര കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങളുടെ ഈ യാത്ര കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ നടന്നു എന്ന് ന്യൂസ് കണ്ടായിരുന്നു. മൂന്നാർ ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെട്രോൾ പമ്പ് കാണുന്നത് പൂപ്പാറ ഭാഗത്താണ്. അതുകൊണ്ട് ആവശ്യത്തിന് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ എത്തുന്ന സ്ഥലം വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ റൂട്ടിലെല്ലാം ഈ ബസ് പോകുന്നതാണ്. ഞങ്ങൾ എന്തായാലും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽപ്പുണ്ട്. എന്തോ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മുടെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് ട്രിപ്പ് കഴിഞ്ഞ് ഇതുവഴി പോകുന്നുണ്ടായിരുന്നു.
ഈ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് എത്ര ആൾക്കാരെ ജീവിക്കുന്നതല്ലേ. ഇതുപോലെയുള്ള യാത്രകൾ പോകുമ്പോൾ കഴിവതും ഇതുപോലുള്ള കുഞ്ഞു കടകൾ നിർത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. കാര്യം ഇതുപോലുള്ള കച്ചവടക്കാർക്ക് ചെറിയൊരു ആശ്വാസമാകും. മൂന്നാറിൽ നിങ്ങൾക്ക് ഒരുപാട് ജീപ്പ് വാഹനങ്ങൾ കാണാൻ പറ്റും. കാര്യം ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്, ഓഫ് റോഡ് റൈഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു മെയിൻ അട്രാക്ഷനാണ് മൂന്നാർ. മൂന്നാർ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബറിനും ഫെബ്രുവരിക്കും ഇടയ്ക്കാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് മൂന്നാർ. ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും തേയില കൃഷിയും 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകുന്ന നീലക്കുറിഞ്ഞിയുടെ സാന്നിധ്യവും ഈ മലയോര ഗ്രാമത്തിൻ്റെ പ്രശസ്തി എല്ലാ നാടുകളിലും എത്തിച്ചു. കേരളത്തിലെത്തുന്ന ഏതൊരു വിദേശ വിനോദസഞ്ചാരിയും മൂന്നാർ കാണാതെ മടങ്ങാറില്ല. മൂന്നാറുകളുടെ സംഗമസ്ഥാനം കൂടി ആയതിനാലാണ് ഈ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് കൈവന്നത്. ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങി തിരിച്ച ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് മാത്രമേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാത്രിയുള്ള സ്റ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിമാലി ടൗണിലാണ്. ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആയതുകൊണ്ട് റൂമെല്ലാം ഫുള്ളായിരുന്നു. സിംഗിൾ റൂമിന് 1200 അവരുടെ താരിഫ്. ഞങ്ങൾ 3 പേരാണ്, ഞാൻ, വൈഫ്, മോള്. മകൾക്ക് കിടക്കാനായി ചെറിയൊരു മെത്ത അവർ തന്നായിരുന്നു. അങ്ങനെ ടോട്ടൽ 1500 ഈ റൂമിന് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആയത്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലുകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്തത്. അതിൽ ആദ്യത്തെ ദിവസത്തെ സ്റ്റേ മാത്രം മകൾക്ക് വേണ്ടി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇടത് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു ടീ ഫാക്ടറിയാണ്. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഈ ടീ ഫാക്ടറിയുടെ അടുത്ത് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ തേയിലപ്പൊടിയൊക്കെ 150-200 രൂപ ആ റേഞ്ചിന് വാങ്ങാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ എലിഫൻ്റ് ക്രോസിംഗ് ഏരിയ എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നല്ല ഫ്രഷ് ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റിന് 50 രൂപയും ബീട്രൂട്ട് കിലോ 70 രൂപയും. ഞങ്ങൾ രണ്ടിൽ നിന്നും ഓരോ സെറ്റ് വാങ്ങിയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ അധികം വണ്ടികളില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2-3 വണ്ടികൾ വന്ന് നിർത്തിയായിരുന്നു. ഗ്യാപ്പ് റോഡിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ദൂരം പോകാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ആനേറങ്ങൽ ഡാം വരെ മാത്രമേ പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇന്നും നാളെയും ഈ വന്നു കിടക്കുന്ന റഷ് കണ്ടിട്ട് ഇവിടുത്തെ സൈറ്റ് സീയിങ് ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റഷ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഗ്യാപ്പ് റോഡിൽ കാണുന്ന തിരക്കല്ല. സിറ്റിക്കകത്ത് നല്ല തിരക്കുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും മറയൂർ റൂട്ടും ടോപ്പ് സ്റ്റേഷൻ വട്ടവട പോകുന്ന റൂട്ടൊക്കെ നല്ല തിരക്കുണ്ട്. കാര്യം ആ റൂട്ടിൽ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യം മൂന്നാർ ടൗണിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ട്രാഫിക്കുണ്ട്.
മൂന്നാറിലൊക്കെ വെക്കേഷൻ സമയത്ത് വരുന്നതിൽ കഴിവതും വർക്കിംഗ് ഡേയ്സ് വരാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാര്യം വീക്കെൻഡ്സ് ശനി ഞായർ പോലുള്ള ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഞങ്ങളിവിടെ തിരക്കില്ലാത്ത ഒരു സൈഡിലോട്ട് വണ്ടി ഒതുക്കിയായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ. ഗ്യാപ്പ് റോഡ് ശരിക്കും ടൂറിസ്റ്റുകളെ ആകർഷിച്ചത് അരിക്കൊമ്പൻ ഇഷ്യൂവിലായിരുന്നു. അരിക്കൊമ്പൻ ആനയെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയത് ഈ റൂട്ടിലായിരുന്നു. അന്ന് എല്ലാ വാർത്താ ചാനലും ഈ മനോഹരമായ റൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ ലെഫ്റ്റിലെ താഴോട്ട് പോകുകയാണെങ്കിൽ ചെറിയ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ റൂട്ടിലുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാര്യം ആനയിറങ്ങൽ ഡാം വരെ മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഇത് നേരെ പോകുന്നത് തേക്കടിക്കാണ്. ഇവിടെ കുറച്ച് കടകൾ കാണുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം. ഇതിൽ ഇടത് സൈഡ് താഴെ കാണുന്ന ഭാഗത്തൂടെ KSRTC ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗത്താണ് ഇവിടെ ചെറിയ ബോട്ടിംഗ് സർവീസ് ഉള്ളത്. സമയം 2 മണി കഴിഞ്ഞു. വിശപ്പ് അടിച്ചു തുടങ്ങി. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയായിരുന്നു. അവിടെ ഒരു അമ്മയും മകനും നടത്തുന്ന ഒരു ചെറിയ തട്ടുകടയാണ്. ഞങ്ങൾ 3 എഗ്ഗ് നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി വളച്ചു. ഞങ്ങൾ വന്ന വഴി തിരിച്ചു വരികയാണ്. ഞങ്ങൾ അങ്ങോട്ട് കടന്നുപോയ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തെത്തി. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതിനുവേണ്ടി വണ്ടി നിർത്തിയായിരുന്നു. അങ്ങോട്ട് പോകാൻ നേരം ടോൾ ഗേറ്റിൽ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫാസ്ടാഗ് വഴി കടന്നു പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. 10 മിനിറ്റായിട്ട് ടോൾ ഗേറ്റ് ഭാഗത്ത് തന്നെ വണ്ടി നിൽക്കുവാണ്. ഒന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്ന്. ഇവിടെ 3 ലൈൻ ഉള്ളതിൽ ഒരു ലൈനിൽ കൂടെ മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. എന്ത് ഇത് ഇങ്ങനെ ബ്ലോക്കാണ്? എന്തൊരു ബ്ലോക്കാണ്? അല്ലല്ല, ഈ ലൈൻ ഫാസ്റ്റാಗಿ നിർത്തില്ലേ? ഇവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സത്യം നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് കയറുകയാണ്. ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. അവിടെ രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഫ്ലവർ ഷോ നടക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.